ഹരി ഓം. ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ 7-ാം അധ്യായം വ്യാഖ്യാനത്തോടുകൂടി ആ ശ്ലോകങ്ങൾ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ പഞ്ചമസ്കന്ധേ സപ്തമോധ്യായഃ. ശ്രീശുക ഉവാച. ഭരതസ്തു മഹാഭാഗവതോ യഥാ ഭഗവതാവനിതലപരിപാലനായ സഞ്ചിന്തിതസ്തദ അനുശാസനപരഃ പഞ്ചജനീം വിശ്വരൂപ ദുഹിതരം ഉപയേമേ. ആദ്യത്തെ 14 ശ്ലോകങ്ങളെ ഇതിനകത്തുള്ളൂ, 14 ഭാഗങ്ങളേ ഉള്ളൂ. ഭരതസ്തു മഹാഭാഗവതോ യഥാ ഭഗവതാവനിതല പരിപാലനായ സഞ്ചിന്തിത തദനുശാസന പര പഞ്ചജനീം വിശ്വരൂപ ദുഹിതരം ഉപയേമേ. മഹാഭാഗവത ഭഗവാനിൽ ഏറ്റവും അധികം ഭക്തിയുള്ളവനായ ഭരതനാകട്ടെ എന്താ ചെയ്ത്? ഭഗവാനാൽ അവനിതല പരിപാലനായ, അവനിയെ നമ്മുടെ ഭൂമിയെ പരിപാലിക്കാൻ ആയിട്ട് യഥാസഞ്ചിന്തിത തീരുമാനിച്ച് തദനുശാസനപര ആ ആജ്ഞയെ അനുസരിക്കാൻ തൽപരനായിട്ട് തൻ്റെ പിതാവിൻ്റെയും ഭഗവാന്റെയൊക്കെ ആജ്ഞയെ പൂർത്തീകരിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു അതിനോട് താല്പര്യമുണ്ടായിട്ട് വിശ്വരൂപ ദുഹിതരം വിശ്വരൂപൻ്റെ പുത്രിയായ പഞ്ചജനിയെ ഉപയേമേ വിവാഹം ചെയ്തു ശ്രീ ശുകൻ രാജാവിനോട് പറയുന്നതാണ് അങ്ങനെയായിട്ടാണ് ഈ ഭാഗം എഴുതിയിരിക്കുന്നത്. ശ്രീ ശുകൻ തന്നെ നേരിട്ട് പറയുന്നതായിട്ട് ആദ്യത്തെ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ. 2 തസ്യാമുഹ വാ ആത്മജാൻ അനുരൂപാൻ ആത്മന തസ്യാമോഹവാത്മജാൻ അനുരൂപാൻ ആത്മന കേട്ടോ, അതൊന്ന് തെറ്റാതെ വായിച്ചോണം. പഞ്ചജനയാമാസ ഭൂതാതിരിവ ഭൂതസൂക്ഷ്മാണി ആത്മന കാസ്നേന സർവതരത്തിലും തൻ്റെ ആത്മാവിനായിട്ട് സർവതരത്തിലും തുല്യന്മാരായ പഞ്ചാത്മജാൻ 5 പുത്രന്മാർ ഭൂതാദിഹി അഹങ്കാരം എന്നാണ്. ഭൂതസൂക്ഷ്മാണി ഇവ ഭൂതസൂക്ഷ്മങ്ങളെ എന്ന പോലെ തസ്യാം അവളിൽ ജനയാമാസ ജനിപ്പിച്ചു. അതായത് അവർക്ക് 5 പുത്രന്മാരുണ്ടായി. ആ ഭാര്യയിൽ ഭരതൻ എല്ലാവിധത്തിലും തനിക്ക് അനുരൂപന്മാരായ 5 പുത്രന്മാരെ 5 പുത്രന്മാരെ അത് എങ്ങനെയാണെന്ന് പറയുന്നത്? താമസാഹങ്കാരം ശബ്ദസ്പർശ ആദികളായ 5 സൂക്ഷ്മഭൂതങ്ങളെ എന്ന പോലെ സ്പർശം, കാഴ്ച, മൂക്കിൽ ഗന്ധം, ഇതൊക്കെ അങ്ങനെ ആ പഞ്ചഭൂതങ്ങളെ അന്യോന്യ സമ്മേളനത്തിൽ ഉണ്ടായതുപോലെ അനന്ത ഭൗതിക പദാർത്ഥങ്ങളായതുകൊണ്ട് അതുപോലെ തന്നെ 5 പുത്രന്മാരെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു വിശേഷണം പറഞ്ഞേ ഉള്ളൂ കേട്ടോ, നമ്മൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. 3 സുമതിം രാഷ്ട്രഭൃതം സുദർശനം ആവരണം ധൂമ്രകേതുമിതി അജനാഭം നാമ ഏതതു വർഷം ഭാരതം ഇതി യഥ ആരഭ്യ വ്യപദിശന്തി. അജനാഭം എന്ന നേരത്തെ പേരുണ്ടായിരുന്ന ഈ ഭൂഭാഗത്തെ ആരഭ്യ യാതൊരുവിൻ്റെ കാലം മുതലാണോ ഭാരതമെന്ന് വ്യപദിശന്തി ആ ഭരതൻ്റെ കാലത്ത് തൊട്ട് ഭാരതമെന്ന് പറഞ്ഞു കേട്ട് വരുന്നു. അത് വ്യക്തമായിട്ട് ഭാഗവതത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഈ ഭരതനാണെന്ന് ആ ദുഷ്യന്തപുത്രനായ ഭരതൻ്റെ അല്ല കേട്ടോ. നമ്മൾ കഥയ്ക്കകത്ത് മഹാഭാരത കഥയ്ക്കകത്ത് വരുന്നുണ്ട്, ദുഷ്യന്തൻ്റെ ഇതിനകത്തും വരുന്നുണ്ട്. ആ പുത്രനായ ഭരതൻ രാജ്യം ഭരിച്ചതുകൊണ്ടാണ് ഭാരതമെന്ന പേര് വന്നതെന്ന് സത്യം. പക്ഷേ അത് ഈ ഭരതനാണ്, ഋഷഭപുത്രനായ ഭരതൻ. അന്ന് തൊട്ടാണ് ആ പേര് അജനാഭം നേരത്തെ പേര്. ഇതൊക്കെ മറന്നു പോകരുത്. ഇതൊക്കെ നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ട ചില കാര്യങ്ങളാണ്. നമ്മൾ വസിക്കുന്ന ഭൂമിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്നല്ല പറയേണ്ടത്, അജനാഭം എന്നായിരുന്നു. അജനാഭത്തെ അത്
പിന്നീട് ഭരതൻ ഭരിച്ചതുകൊണ്ട് ഭാരതം എന്ന് ആയിത്തീർന്നു. സ ബഹുബിൻ മഹീപതി പിതൃപിതാമഹവത് ഉരുവത്സരതയാ. ബഹുവിധ മഹീപതി പിതാമഹവത് ഒരു വത്സതയാ വാത്സല്യത്തോടു കൂടി സ്വേ കർമ്മണി വർത്തമാനാഹ പ്രജ സ്വധർമ്മം അനുവർത്തമാന പരിപാലയത്. അതായത് പലതരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടല്ലോ, അതുപോലെ അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സർവ അറിവുള്ള ആ രാജാവ് പിതാവിൻ്റെയും തൻ്റെ പിതാമഹൻ്റെയും അതായത് മുത്തശ്ശൻ്റെയും അവരുടെയൊക്കെ അവരുടെ വാത്സല്യത്തോടു കൂടി സ്വേ കർമ്മണി അവരവരുടെ കർമ്മത്തിൽ വർത്തമാന പ്രജ ചെയ്തു വരുന്ന കർമ്മം ചെയ്തു വരുന്ന ആ പ്രജകളെ സ്വധർമ്മം തൻ്റെ ധർമ്മത്തെ അനുസരിക്കുന്നവനായിട്ട് പരിപാലിച്ചു. തൻ്റെ ധർമ്മം എന്താ? പ്രജകളെ പരിപാലിക്കുക. പ്രജകളുടെ ധർമ്മം വേറെ വേറെയാണ്. അവരവരുടെ ധർമ്മങ്ങൾക്ക് അനുസരിച്ച് അവരും ചെയ്തു. അതിനെയെല്ലാം രാജാവ് എന്ന നിലയിൽ തൻ്റെ പിതാവും പിതാമഹനുമൊക്കെ ചെയ്തതുപോലെ തന്നെ ആചരിച്ചു. ഈ ജേജ ഭഗവന്തം യജ്ഞക്രതുരൂപം ക്രതുഭിः ഉച്ചാവചൈ ശ്രദ്ധയാ ആഹൃതാഗ്നിഹോത്ര ദർശപൂർണമാസ ചാതുർമാസ്യ പശുസോമാനാം പ്രകൃതി വികൃതിഭിര് അനുസവനം ചാതുർഹോത്രവിധിനാം. യജ്ഞക്രതുരൂപം യജ്ഞങ്ങളുടെയും ക്രതുക്കളുടെയും സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ അനുസവനം കാലം തോറും അനുസവനം കാലം തോറും ഉച്ചാവജയ് കൃതുഭി ശ്രദ്ധയോടുകൂടി ആഹൃതാഗ്നിഹോത്ര ദർശ പൂർണ്ണമാസ ചാതുർമാസ്യ പശുസോമാന. അത് അഗ്നിഹോത്രം ദർശം പൂർണ്ണമാസം ചാതുർമാസ്യം പശുയജ്ഞം അതുപോലെ സോമയജ്ഞം പശു എന്ന് പറഞ്ഞാൽ യജ്ഞം ഓരോ തരത്തിലുള്ള യജ്ഞങ്ങൾ ചാതുർമാസം ആചരിക്കുന്നതുണ്ട്, പൂർണ്ണമാസം ആചരിക്കുന്നതുണ്ട്, അഗ്നിഹോത്രം ചെയ്യുന്നവരുണ്ട്, സോമയജ്ഞം ചെയ്യുന്നവരുണ്ട്. അതായത് ഈ ചന്ദ്രന് വേണ്ടി യജ്ഞം നടത്തുന്ന നമ്മളൊക്കെ ഇന്നിപ്പോൾ പൗർണമിക്ക് പോയി ചെയ്യില്ല. അതുപോലെ ഇവയുടെ പ്രകൃതികൾ കൊണ്ടും വികൃതികൾ കൊണ്ടും ആ പ്രകൃതി ശീലം കൊണ്ട് ചാതുർഹോത്രത്തിൻ്റെ വിധി പ്രകാരം ഈജേജ ആരാധിക്കുകയും ചെയ്തു. സ്വധർമ്മങ്ങളെ വേണ്ടതുപോലെ ചെയ്തു. ഇവിടെ പ്രകൃതി വികൃതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ അംഗങ്ങളോടും കൂടി നടത്തുന്ന കർമ്മങ്ങൾക്ക് പ്രകൃതികളെന്നും ആ ഒരു വേണ്ടതെല്ലാം ഓരോന്നും ചേർത്ത് അത് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെ പ്രകൃതികളെന്നും അംഗങ്ങളിൽ അത്യാവശ്യം വേണ്ടതിനെ സ്വീകരിച്ചു ചിലതിനെയൊക്കെ ഉപേക്ഷിച്ച് നടത്തുന്ന കർമ്മങ്ങൾക്ക് വികൃതികളെന്നും പറയാറുണ്ട്. അത് ഹോതാവ് മുതൽ 4 പേർ കൂടി നടത്തുന്ന കർമ്മമാണ് ചാതുർഹോത്രം. അതൊക്കെ അതൊന്നും നമ്മൾ പഠിക്കേണ്ടതല്ല, പക്ഷേ ആ വിവരണത്തിൽ അതൊക്കെ പറയുന്നുള്ളത് കൊണ്ട് ഞാനതങ്ങ് ചുമ്മാ ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. പ്രകൃതി വികൃതി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന്. ഈ എല്ലാ രൂപത്തോടും കൂടി ചെയ്യുന്ന യജ്ഞത്തിന് പ്രകൃതി എന്നും അത് ചിലതൊക്കെ വിട്ടിട്ട് അത്യാവശ്യമുള്ളതിനെ മാത്രം എടുത്ത് കർമ്മം ചെയ്യുന്നത് ചില യജ്ഞങ്ങൾ നടത്തുന്നതൊക്കെ വികൃതികൾ എന്ന് പറയും. ഈ ഭഗവന്തം യജ്ഞക്രതുരൂപം ക്രതുഭിः ഉച്ചാവചൈ ശ്രദ്ധയാഹൃതി അഗ്നിഹോത്ര ശ്രദ്ധയാഹൃതാഗ്നിഹോത്ര ദർശപൂർണമാസ ചാതുർമാസ്യ പശുസോമാനം. ചാതുർമാസ്യ കഴിഞ്ഞ് കോമ ഇടുക. പശുസോമാനം ദശപൂർണമാസ കോമ. പ്രകൃതി വികൃതിഭിർ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ അനുസവനം ചാതുർഹോത്ര വിധിന. 6 സംപ്രചരൽസു നാനായാഗേഷു വിരചിതാംഗക്രിയേഷു അപൂർവം യത്തത് ക്രിയാഫലം ധർമാഖ്യം പരേ ബ്രഹ്മണി യജ്ഞപുരുഷേ സർവദേവതാലിംഗാനാം മന്ത്രാണാമർത്ഥ നിയാമകതയാ സാക്ഷാത് കർത്തരി പരദേവതായാം ഭഗവതി വാസുദേവ ഏവ ഭാവയമാന ആത്മനൈപുണ്യം
കഷായോ ഹവിഷു അധ്വര്യുഭിർ ഗൃഹ്യമാണേഷു സ യജമാനോ യജ്ഞഭാജോ ദേവാംസ്ഥാൻ പുരുഷാവയവേഷു അഭ്യധായത്. സർവദേവതാലിംഗാനാം മന്ത്രാണാം അർത്ഥ നിയാമകതയാ പരദേവതായാം കർത്തരി സാക്ഷാൽ കർത്താവും കർത്തരി യജ്ഞപുരുഷേ പരേ ബ്രഹ്മണി ഭഗവതി വാസുദേവ ഏവ ഭാവയമാന ആത്മനൈപുണ്യമൃദിത കഷായ ഒന്നിച്ചത് കേട്ടോ. അധ്വര്യുഭിഹി സ യജമാന ഹവിഷു ഗൃഹ്യമാണേഷു ഹവിഷു അധ്വര്യുഭിർ ഹവിസ് അധ്വര്യുഭിർ ഗൃഹ്യമാണേഷു സ യജമാനോ യജ്ഞഭാജോ ദേവാംസ്ഥാൻ എന്ന് വായിച്ചാൽ മതി. ദേവാംസ്ഥാൻ പുരുഷാവയവേഷു അഭിധ്യാനിച്ചു, വേണ്ട വിധത്തിൽ ധ്യാനിച്ചു. എല്ലാ സ്വരുക്കൂട്ടി വെച്ചിട്ട് കർമ്മങ്ങൾ നടത്തിയും കൊണ്ട് വളരെ പലതരത്തിലുള്ള യാഗങ്ങൾ ചെയ്തു. ആ കർമ്മങ്ങൾ നിമിത്തം ധർമ്മം എന്നു പേർ പറയപ്പെടുന്ന യാതൊരു അപൂർവ ഫലം സിദ്ധിക്കുമോ അതിനെ മന്ത്രങ്ങളാൽ ഇന്ദ്രദേവാദിമാരുടെ നിയന്താവും അന്തര്യാമി രൂപേണ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പ്രേരകനുമായ എല്ലാം ചെയ്യിപ്പിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നതുമായ ആ ഭഗവാന്റെ വാസുദേവൻ്റെ അനുഗ്രഹത്തിന് പാത്രമായിക്കൊണ്ട് തന്നെ സമർപ്പിച്ചു. അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിച്ചു. വാസുദേവൻ അതിന് പ്രസാദത്തിനായിക്കൊണ്ട് തന്നെ സമർപ്പിച്ചു. അങ്ങനെ നിരന്തരമായ യജ്ഞത്തിൻ്റെ, അതായത് പൂജയുടെ പ്രയോജനം മനസ്സിലെ രാഗാദി ദോഷങ്ങൾ മാറ്റുന്നതിന് ഉതകുന്നതായിരുന്നു. അതുപോലെ സ്വർഗം മുതലായ ആ ലോകത്തിലെ ആ സന്തോഷത്തിനും ആ സുഖം അനുഭവിക്കാൻ അല്പവും ആഗ്രഹമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സ്വർഗം പോലെയുള്ള ഒരു ഇത് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നില്ല. കർമ്മം നടത്തുന്നവർ അഗ്നിയിൽ ഹോമിക്കാനായി ഈ ഹവിസെടുത്ത് മന്ത്രമുച്ചരിക്കുമ്പോൾ രാജാവ് മന്ത്രദേവതകളായ സൂര്യാദിദേവന്മാരെ വാസുദേവൻ്റെ നേത്ര ആദികളായ അംഗങ്ങളിൽ വസിക്കുന്നവരായിട്ട് ധ്യാനിച്ചു. അതായത് ഈ സൂര്യചന്ദ്രന്മാരെയൊക്കെ ധ്യാനിച്ചാണ് നമ്മൾ ഈ യജ്ഞം നടത്തുന്നത്. ഹവിസ് എടുക്കുമ്പോൾ സൂര്യചന്ദ്രന്മാരെ ധ്യാനിക്കുന്നത് എങ്ങനെയാണ്? ആ ഭഗവാന്റെ ആണെന്നുള്ള രീതിയിലാണ്. സൂര്യചന്ദ്രന്മാർ ഭഗവാന്റെ അംഗങ്ങൾ എന്നുള്ള രീതിയിൽ ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് കണ്ടില്ല. അതിനെ ഒന്നിനെയും എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നത് പോലെ ഹവിസ് സമർപ്പിച്ചു. എന്ന് വെച്ചാൽ ഭഗവാന് വേണ്ടിയിട്ട് തൻ്റെ കർമ്മങ്ങളെല്ലാം ഭഗവാന് വേണ്ടിയിട്ട് ചെയ്തു. ഭഗവാൻ വാസുദേവന് വേണ്ടിയിട്ടായിട്ട് എല്ലാ കർമ്മങ്ങളും ആ രാജാവ് ചെയ്തു. 7 ഏവം കർമ്മ വിശുദ്ധ സത്വസ്യ അന്തർഹൃദയ ആകാശ ശരീരേ ബ്രഹ്മണി ഭഗവതി വാസുദേവേ മഹാപുരുഷ രൂപോപലക്ഷണേ ശ്രീവത്സ കൗസ്തുഭ വനമാല ഗദാദിഭിർ വനമാല അരിഗത ഉണ്ടോ? ശ്രീവത്സ കൗസ്തുഭ വനമാലാരിധര ഗദാദിഭി. ശ്രീവത്സം എന്ന മറുക, കൗസ്തുഭം, വനമാല, ചക്രം, ശംഖം, ഗദ. അരിധര ഗദ ഉപലക്ഷിതേ നിജപുരുഷ ഹൃദ് ലിഖിതേനാത്മനി ഉപലക്ഷിതേ. ഉപലക്ഷിതേ നിജപുരുഷ ഹൃദ് അങ്ങനെയല്ലേ? ഉപലക്ഷിത അന്തർഹൃദയേഷു പുരുഷേണ ആത്മനി ആത്മാവിൽ വിരോചമാനെ
പ്രകാശിക്കുന്നവനും ഭഗവതി ബ്രഹ്മണി വാസുദേവന് ഉച്ചൈസ്തരാം ഭക്തി ഉത്കൃഷ്ടമായ ഭക്തി അനുദിനം ഏധമാനരയ അജായത ഉണ്ടായി, വർദ്ധിക്കുന്ന ശക്തിയോട് കൂടിയതായിട്ട് ഉണ്ടായി. ഹൃദ് ലിഖേന നിജപുരുഷ ഹൃദ് ലിഖിതേന, സ്വന്തം ഭക്തൻ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഹൃദ് ലിഖേന, അങ്ങനെ തന്നെയാണ് വാക്ക്. ഇനി വാക്കൊന്നുകൂടെ പറയാം. ഏവം വിശുദ്ധ സത്വസ്യാന്തർഹൃദയാകാശ വിശുദ്ധ സത്വസ്യാന്തർഹൃദയാകാശ, അവിടെ ഇടുക. പിന്നെ ശരീരേ ബ്രഹ്മണി ഭഗവതി വാസുദേവേ മഹാപുരുഷ രൂപോപലക്ഷണേ ശ്രീവത്സ കൗസ്തുഭ വനമാലാരി ദരഗതാദിഭിർ ഉപലക്ഷിതേ. ഒന്നിച്ച് ആ വാക്കുകൾ, ആ ഒരു ലൈൻ ഒന്നിച്ച് വായിക്കുന്നതാണ്. എന്നാലും വനമാലാരി ദരഗതാദിഭിരുപലക്ഷിതേ എന്ന് വായിക്കാം. നിജപുരുഷഹൃത് ലിഖിതേനാത്മനി പുരുഷരൂപേണ വിരോചമാന ഉച്ചൈസ്തരം ഭക്തിർ അനുദിനമേധമാന രയാ അജായത. ഏധമാനരയ, അവിടെ ഇടുക. അനുദിനം ഏധമാനരയ അജായത, രയ വരെ ഇടുക. പിന്നെ ആ യായുടെ മുകളിൽ ഒരു ആ എഴുതി വെക്കുക. അജായത എന്ന് വായിക്കുക. ഏവം വർഷായുധ സഹസ്രപര്യന്താവസിത കർമ്മ നിർവാണാവസരോധി ഭുജ്യമാനം സ്വതനയേഭ്യോ രിഗ്ധം പിതൃപൈതാമഹം യഥാദായം വിഭജ്യ സ്വയം സകല സമ്പദ് നികേതാത് സ്വനികേതാത് പുലഹാശ്രമം പ്രവവ്രാജ. ഏവം വർഷായുധം, 5 വർഷപര്യന്തം കാലം രാജ്യപരിപാലനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ കർമ്മത്തിൽ നിന്നും പൂർണ്ണമായ വിരക്തനായിട്ട് തൻ്റെ പൂർവികന്മാർ ചെയ്ത പോലെ പരമ്പരയായ സിദ്ധി കിട്ടിയ ധനത്തെ തൻ്റെ പുത്രന്മാർക്ക് 5 പേരുണ്ടല്ലോ അവർക്കായിട്ട് ഭാഗിച്ചു കൊടുത്തിട്ട് ആശ്രയസ്ഥാനമായിരിക്കുന്ന തൻ്റെ രാജ്യത്ത് നിന്ന് പുലഹാശ്രമത്തെ, അതായത് വിഷ്ണു ലോകത്തെ പ്രാപിച്ചു. അതൊന്ന് പിരിച്ചു പറയും. ഏവം വർഷായുധ സഹസ്ര പര്യന്താവസിത ഒരു കോടി സംവത്സര കർമ്മത്തോട് ഒരുപാട് നാൾ എന്ന് ഉദ്ദേശിച്ചാൽ മതി. നിർവാണാവസര, നിർവാണത്തിന് വേണ്ടിയിട്ടുള്ള അവസരത്തോടു കൂടിയവനായിട്ട് അധിപുജ്യമാന പിതൃപൈതാമഹം, അവിടുന്ന് രിഗ്ധം രാജ്യരൂപമായ ധനത്തെ രിഗ്ധം സ്വതനയേഭ്യ സ്വന്തം പുത്രന്മാർക്കായിക്കൊണ്ട് യഥാദായം വിഭജിച്ച് കൊടുത്തിട്ട് സ്വയം താനായിട്ടുള്ള ഭരത മഹാരാജാവ് സകല സമ്പന്നികേതാത് സർവ്വസമ്പത്തുകളുടെയും വാസസ്ഥാനമായ സ്വനികേതാത് തൻ്റെ രാജധാനിയിൽ നിന്ന് പുലഹ മഹർഷിയുടെ ആശ്രമസ്ഥാനത്തേക്ക് പ്രഭവ്രാജ പുറപ്പെട്ടു പോയി. ഏവം വർഷായുധ സഹസ്രപര്യന്താവസിത കർമ്മ നിർവാണാവസരോധിഭുജ്യമാനം സ്വതനയേഭ്യോ രിഗ്ധം പിതൃപൈതാമഹം യഥാദായം വിഭജ്യ സ്വയം സകല സമ്പന്നികേതാത് സ്വനികേതാത് പുലഹാശ്രമം പ്രവവ്രാജ. 9 യത്ര ഭാവ ഭഗവാൻ ഹരിരദ്യാപി തത്രത്യാനാം നിജജനാനാം വാത്സല്യേന സന്നിധാപ്യത ഇച്ഛാരൂപേണ. ഇതിനകത്തൊന്നും തിരുത്താനുണ്ട്. യത്ര ഭാവ ഭഗവാൻ ഹരി അദ്യാപി ഹരിർ അദ്യാപി. യത്ര ഭഗവൻ ഹരിർ അദ്യാപി തത്രത്യാനാം നിജജനാനാം വാത്സല്യേന സന്നിധാപ്യത ഇച്ഛാരൂപേണ. തൻ്റെ സ്ഥാനത്ത് നിന്ന് ഭഗവാൻ മഹാവിഷ്ണു ശ്രീഹരി ഇന്നും ആ ദിക്കിലുള്ള ഭക്തന്മാരിൽ വാത്സല്യ നിമിത്തം അവരുടെ ഇച്ഛയെ സാധിപ്പിക്കുന്ന സ്വരൂപത്തോടുകൂടി ഇപ്പോഴും സന്നിധാനം ചെയ്യുന്നുണ്ട്. 10 എത്ര ആശ്രമപദാന്യുഭയതോ നാഭിർഭിർ ദൃഷചക്രൈഃ ചക്രനദീനാമ സരിത്പ്രവര സർവദാ പവിത്രീകരോതി. എത്ര ഉഭയതോ നാഭിഭി 2 ഭാഗത്തും ദ്വാരങ്ങളുള്ളതായ ദൃഷചക്രൈ ചക്രാകൃതിയിലുള്ള ശിലകളിൽ കൂടി ഒഴുകുന്ന സരിത് പ്രവര നദികളിൽ വളരെ ഉത്കൃഷ്ടങ്ങളായ ചക്രനദി, അതായത് ഗണ്ഡകൈ നദി, അവിടെ നിന്നാണ് നമുക്ക് സാളഗ്രാമമൊക്കെ കിട്ടുന്നത്. ആശ്രമപദാനി ആശ്രമസ്ഥാനങ്ങളെ പവിത്രീകരോതി പരിശുദ്ധമാക്കുന്നു.
എത്ര പദാനി ഉഭയതോ നാഭിഭിർ ദൃഷചക്രൈ ചക്രാകൃതിയിലുള്ള ശിലകളോടുകൂടി ആ ശിലകളാണ് ഏത് സാലഗ്രാമം എന്ന് പറയും. ഒഴുകുന്ന സരിത് പ്രവര നദികളിൽ ചക്രനദി എന്നല്ല അതിൻ്റെ പേര് ഗണ്ഡകി നദിയിൽ നിന്നാണ് നമുക്ക് സാളഗ്രാമങ്ങൾ കിട്ടുന്നത്. അതിങ്ങനെ ചക്ര രൂപത്തിലിരിക്കും. ഭഗവാന്റെ അടയാളങ്ങളോട് കൂടിയ സാളഗ്രാമങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അവിടെ നിന്ന്. പവിത്രീകരോതി പരിശുദ്ധിയാക്കുന്നു. 11 തസ്മിൻ ഹഭാവ കില സ ഏകല പുലഹ ആശ്രമോപവനെ വിവിധ കുസുമ കിസലയ തുളസികാംബുഭി കന്ദമൂല ഫലോപഹാരൈശ്ച സമീഹമാനോ ഭഗവത ആരാധനം വിവിക്ത ഉപരത വിഷയാഭിലാഷ ഉപഭൃതോപശമഃ പരാം നിർവൃതിം അവാപ തസ്മിൻ പുലഹ ആശ്രമോപവനെ പുലഹാശ്രമത്തിൻ്റെ സമീപത്തിൽ വിവിധ പലതരത്തിലുള്ള കിസലയ തളിരുകൾ തുളസി ദളം അംബുഭി ജലം എന്നിവ കൊണ്ട് കിഴങ്ങുകൾ മൂലം എന്ന് പറഞ്ഞാൽ വേരുകൾ കായ്കൾ ഉപഹാരയിച്ച നിവേദ്യങ്ങൾ കൊണ്ടും ഭഗവാന്റെ ആരാധനം പൂജയെ സമീഹമാന ചെയ്യുന്നവന് ഉപഭൃതോപശമ വളരെയധികം ശാന്തിയോടും കൂടി വന്ന അതിക്രമിച്ച ശാന്തിയോടും ഉപരത വിഷയാഭിലാഷ ശമിച്ചിരിക്കുന്ന വിഷയാഗ്രഹങ്ങളെല്ലാം ഇല്ലാത്തവനും ആയിട്ട് വിവിക്തേ ഏകാന്തമായിട്ട് പരാം നിർവൃതിയും ആ പരമാനന്ദത്തെ അവാപ പ്രാപിച്ചു. പരമനിർവൃതിയും അവാപ വാക്കുകളെല്ലാം കിട്ടിയല്ലോ. 12 തയേദ്ധമവിരത പുരുഷപരിചര്യയാ ഭഗവതി പ്രവർദ്ധമാനാനുരാഗഭരദ്രുത ഹൃദയശൈഥില്യപ്രഹർഷവേഗേനാത്മനി ഉദ്ഭിന്യമാന കുളക ഔത്കണ്ഠ്യപ്രവൃത്ത പ്രണയ ബാഷ്പനിരുദ്ധാവലോകനയന ഏവം നിജ രമണാരുണ ചരണാരവിന്ദ അനുധ്യാന പരിചിത ഭക്തിയോഗേന പരിപ്ലുത പരമാഹ്ലാദ ഗംഭീരഹൃദയ ഹൃദാവഗാഢ ധിഷണസ്താമവിക്രിയമാണാം ഭഗവത് സപര്യാം ന സസ്മാര. അത് നീണ്ട ഒരെണ്ണമുള്ളൂ, പക്ഷേ അത് വളരെ നീളമുള്ളത്, അതുകൊണ്ട് കോമ ഇടേണ്ടത് വളരെ ശ്രദ്ധിച്ചിടണം. തയേദ്ധം അവിരത അധ്യായിക്കും മായ്ക്കും മുകളിൽ ഒരായിട്ടാൽ നമ്മളത് അവിരത എന്ന് വായിച്ചോളും. യഥേദ്ധം അവിരത പുരുഷപരിചര്യയ അവിരത പുരുഷപരിചര്യയ എന്നാക്കണം. അവിരത കഴിഞ്ഞൊരു ചെറിയ കോമ ഇടുക. ഭഗവതി പ്രവർദ്ധമാനാനുരാഗ രാഗഭരദ്രുത ഹൃദയശൈഥില്യ അനുരാഗഭര എന്നാണ് കേട്ടോ. പ്രവർദ്ധമാന കഴിഞ്ഞിട്ട് ആ രണ്ട് നായുടെ ഇടയ്ക്കൊരു മുകളിൽ ഒരു ആ എഴുതുക. പ്രവർദ്ധമാന അനുരാഗഭരദ്രുത ഹൃദയശൈഥില്യ ഭരദ്രുത കഴിഞ്ഞൊരു കോമ ഇടുക. ശൈഥില്യ വേഗേനാത്മനി പ്രഹർഷവേഗേന ആത്മനി ഉദ്ഭിദ്യമാന എഴുന്നേറ്റ് നിൽക്കുന്ന രോമ പുളക ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയ ബാഷ്പ നിരുദ്ധാവലോക നയന അവലോക നയന പുളക ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയ ബാഷ്പ നിരുദ്ധ കഴിഞ്ഞിട്ട് നിരുദ്ധയ്ക്കും വായിക്കും ഇടയ്ക്ക് അവലോക നയന എന്നാക്കണം, വായിക്കണം. പ്രണയ ബാഷ്പ നിരുദ്ധ അവലോക നയന ഏവം നിജ രമണാരുണ ചരണാരവിന്ദാനുധ്യാന പരിചിത ഭക്തിയോഗേന നിജ രമണാരുണ ചരണാരവിന്ദാനുധ്യാന അവിടെ പിന്നെ പരിചിത ഭക്തിയോഗേന പരിപ്ലുത പരമാഹ്ലാദ ഗംഭീരഹൃദയ ഹൃദാവഗാഢ ധിഷണസ്താമപി
ക്രിയമാണാം ഭഗവത് സപര്യ ന സസ്മാര. എളുപ്പമാണ് വായിക്കാൻ. നമ്മൾ കോമ ഇട്ട് ആ വാക്കുകൾ ഇടയ്ക്കും കൂടെ എഴുതി, അക്ഷരങ്ങൾ ഇടയ്ക്ക് എഴുതി വെക്കുകയാണെങ്കിൽ ആ വരണ്ടെടുത്ത് നമ്മളത് ആയെന്ന് നീട്ടി പറയും. 13. യുദ്ധം ധൃത ഭഗവത് വ്രത ഐണേയാജിനവാസസാനുസവനാഭിഷേകാർദ്ര കോമ കപിശകുടില ജഡാകലാപേന ച വിരോചമാന സൂര്യർച്ച ഭഗവന്തം ഹിരൺമയം പുരുഷം ഉജ്ജിഹാനേ സൂര്യമണ്ഡലേഭി ഉപതിഷ്ഠന്നേതദു ഹോവാച. യുദ്ധം ധൃത ഭഗവത് വ്രത ഐണേയാജിനവാസസ. ഐണ എന്ന് പറഞ്ഞാൽ കൃഷ്ണമൃഗം, മാനിൻ്റെ തോല്, മാനെന്ന മൃഗത്തിൻ്റെ തോല് കൊണ്ട് വസ്ത്രത്താലും അനുസവന ത്രികാലവും അഭിഷേക സ്നാനം നിമിത്തം ആർദ്ര നനഞ്ഞതാണ്, കപിശം മഞ്ഞവർണ്ണമായതാണ്, കുടില വളഞ്ഞിരിക്കുന്നത്, ജടാകലാപേന ജടയൊക്കെ കിട്ടി, വിരോചമാന ശോഭിക്കുന്നവനും, ഹിരൺമയം സ്വർണ്ണവർണ്ണത്തോടുകൂടിയ ഭഗവന്തം പുരുഷം ഐശ്വര്യപൂർണനായ ഭഗവാനെ, സൂര്യർച്ച സൂര്യമഹിമയെ പ്രതിപാദിക്കുന്ന ഋക്ക് കൊണ്ട് മന്ത്രം കൊണ്ട് സൂര്യർച്ച ഉജ്ജിഹാനെ ഉദിച്ചുയരുന്ന സൂര്യമണ്ഡലത്തിൽ അഭ്യുപതിഷ്ഠൻ സേവിക്കുന്നവനുമായിട്ട് അഭ്യുപതിഷ്ഠൻ ഉപതിഷ്ഠൻ ഏതത് ഉവാച. ഓ സന്തോഷത്തെയും ആശ്ചര്യത്തെയും സൂചിപ്പിക്കുന്ന 2 വാക്കുകൾ, അക്ഷരങ്ങളൊന്ന് കരുതിയാൽ മതി. യുദ്ധം ധൃത ഭഗവത് വ്രത ഐണേയാജിനവാസസാനുസവനാഭിഷേകാർദ്ര കോമ കപിശ കോമ കുടില ജടാകലാപേന ച വിരോചമാന സൂര്യർച്ച ഭഗവന്തം ഹിരൺമയം പുരുഷം ഉജ്ജിഹാനേ സൂര്യമണ്ഡലേ അഭ്യുപതിഷ്ഠൻ ഏതദു ഹോവാച. ഏതത് ഉവാച. അങ്ങനെ ഞങ്ങൾ വായിച്ചു, അത്രേ ഉള്ളൂ. 14. അതായത് അത് അർത്ഥം പറഞ്ഞില്ലല്ലോ. ഭഗവാനെ സേവിക്കുന്ന തരത്തിൽ പലതരം വ്രതങ്ങളും ആചരിച്ച്, അതുപോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് മാൻതോലാണ്. 3 നേരവും സ്നാനം ചെയ്തുകൊണ്ട് നനഞ്ഞും മഞ്ഞ നിറത്തോടു കൂടി, അത് അത്ര നല്ല വെളുത്ത് അലക്കി തേച്ച മുണ്ടൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. കുടില ജഡാഭാരത്താൽ ശോഭിച്ചു കൊണ്ടിരിക്കുന്നതുമായ ആ ഭക്തൻ സൂര്യമഹിമയെ പ്രകാശിപ്പിക്കുന്ന മന്ത്രത്താൽ സൂര്യമണ്ഡലത്തിൽ വസിക്കുന്ന ആ ഹിരൺമയനായ നല്ല സ്വർണ്ണ നിറമുള്ള ഭഗവാനെ ഭജിക്കുന്നവനായിട്ട് സൂര്യമണ്ഡലം ഉദിച്ചു വരുന്ന സമയത്ത് ഇപ്രകാരം സ്തോത്രം ചെയ്തു. സൂര്യമണ്ഡലത്തിന് സൂര്യ നമസ്കാരം ചെയ്തു. ഓം ഭൂർഭുവ സ്വാഹ എന്നുള്ള ഗായത്രി മന്ത്രം. പരോ രജസവിദുർജാതവേദോ ദേവസ്യ ഭർഗോ മനസേദം ജജാന സുരേതസാദ പുനരാവിശ്യ ചഷ്ടേ ഹംസം ഗൃധ്രാണം നൃഷദ് രിങ്കിരാം ഇമാം. സൂര്യ നമസ്കാരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴാണ് ഭാഗവതത്തിൽ പറഞ്ഞു വരുന്നത്. ദേവസ്യ ദേവൻ്റെ സൂര്യൻ്റെ സവിതു, നമ്മൾ രാമായണത്തിൽ ആദിത്യ ഹൃദയത്തിന് മുമ്പ് വായിക്കുന്ന സവിതുർ രവി എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുകൾ പറയുന്നുണ്ടല്ലോ, സൂര്യൻ്റെ പര്യായങ്ങൾ. അതിനകത്ത് സവിതു ഉണ്ട്. സൂര്യൻ പരോരജ, പ്രകൃതി സംബന്ധമല്ല, പരോരജ പ്രകൃതി ആയിട്ട് ബന്ധപ്പെടാത്ത ജാതവേദ, ധനത്തിൻ്റെ ഉത്പത്തി സ്ഥാനമായിരിക്കുന്ന ഭർഗ തേജസ് ശരണം പ്രാപിക്കുന്നേൻ ശരണം പ്രാപിക്കുന്നു. യാതൊന്ന് മനസ്സുകൊണ്ട് ഇതിനെ ജജാന ജനിപ്പിച്ചു, പിന്നെ അധഹ ഇതിനെ സുരേതസ ചിച്ഛക്തി കൊണ്ട് ആവശ്യ അതിനകത്ത് പ്രവേശിട്ട് നൃഷദ് രിങ്കിരാം മനുഷ്യരുടെ ബുദ്ധി ഇന്ദ്രിയം പ്രാണം എന്ന ഗതിയെ നൽകുന്നവനും. നൃഷു എന്ന് പറഞ്ഞാൽ മനുഷ്യരിലെ നൃഷദ് രിങ്കിരാം രിങ്കിം ഗതിയെ ഗൃധ്രാണാം രിങ്കിരാം ഇവ. രിങ്കി, രിങ്കിരാം, 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 രിങ്കിരാ
രാ രിങ്കിരാതി നൽകുന്നു എന്നർത്ഥം. രിങ്കിരാമിമ രിങ്കിം. നൃഷു മനുഷ്യരിൽ സീതന്തി വസിക്കുന്നു. ബുദ്ധീന്ദ്രിയ പ്രാണാദികൾ എന്ന് സാരം. അവർക്ക് രിങ്കിം അവരുടെ ഗതിയെ രാതി നൽകുന്നു എന്നർത്ഥം. ഗൃധ്രാണാം സുഖം ഹംസം ജീവനെ ചേഷ്ടയെ കാണുന്നു. പ്രകൃതിയായിട്ട് ബന്ധപ്പെടാതെ പരിശുദ്ധമായിരിക്കുന്നതും എല്ലാ ജീവജാലങ്ങളിലും കർമ്മത്തിൻ്റെ ഫലമാകുന്ന ധനത്തെ, കർമ്മത്തിൻ്റെ ഫലം കിട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ളൊരു ധനമായിരിക്കും. എന്തെങ്കിലും ഇത് കൃഷി ചെയ്ത് കിട്ടുന്ന ആദായമാണെങ്കിലും ജോലി ചെയ്ത് കിട്ടുന്ന പണമാണെങ്കിലും എന്ത് ചെയ്താലും കർമ്മം കൊണ്ട് കിട്ടുന്ന ധനത്തെ, സൂര്യദേവൻ്റെ തേജസ്സിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അതുകൊണ്ട് തേജസ് സ്വന്തം സങ്കല്പശക്തിയാൽ ഈ കാണുന്ന നമ്മൾ കാണുന്ന ഈ ചരാചരമായ ലോകത്തെ സൃഷ്ടിക്കുകയും തൻ്റെ ശക്തി കൊണ്ട്, തൻ്റെ ഉള്ളിലുള്ള ശക്തി കൊണ്ട് ആ ലോക ഹൃദയത്തിൽ അതിനകത്ത് തന്നെ പ്രവേശിച്ചിട്ട് ലോകത്തെ സൃഷ്ടിക്കുക. എന്നിട്ട് പിന്നെ താൻ തന്നെ സൃഷ്ടിക്കുക, താൻ തന്നെ അതിനകത്ത് വസിക്കുക, അന്തര്യാമി രൂപേണ പരിപാലിക്കുകയും മനുഷ്യരുടെ ബുദ്ധി മുതലായുള്ള ഇന്ദ്രിയങ്ങൾക്ക് വഴി നൽകുകയും അതുപോലെ സുഖത്തെ ആഗ്രഹിക്കുന്ന ജീവനെ കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് സൂര്യ തേജസ് ആ പരമപുരുഷൻ്റെ തേജസ് തന്നെയാണെന്ന് സാരം. ആ ഗായത്രി മന്ത്രാർത്ഥത്തെ വളരെ കുറച്ച്, ആ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം ഓം ഭൂർഭുവ സ്വഹ എന്നുള്ള ആ മന്ത്രത്തിൻ്റെ അത് വളരെ ചുരുക്കമായിട്ട് ഇവിടെ പറഞ്ഞത്. വലിയ വിപുലമായ ഒരർത്ഥമുള്ള മന്ത്രമാണ്. സൂര്യനെ നമസ്കരിക്കുന്നതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളൊന്ന് പറഞ്ഞു വെച്ചു, അത്രയേ ഉള്ളൂ. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ സ്വരൂപസ്ഥിതി പ്രകരണേ ഭരതചരിതേ പ്രജാപാലനാദി ധർമ്മനിരൂപണം നാമ സപ്തമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ.